തോറിയത്തിൽ നിന്ന് വൈദ്യുതി ഉൽപാദനത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഫ്രഷ് അപ്ഡേറ്റ്. പഠനം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർക്കാണ് ചുമതല. കേരളത്തിലെ വിപുലമായ തോറിയം ശേഖരം എങ്ങനെ വൈദ്യുതിയാക്കാമെന്ന് പഠിക്കും. വിവരങ്ങളുമായി സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, ഗുഡ് ഈവനിംഗ്. വൈദ്യുതി കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ഇല്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ തോറിയത്തിൽ നിന്നുള്ള കറന്റ് ഉൽപാദനം, അതിന്റെ ഒരു ആശയം എങ്ങനെയാണ്? സുജയ, അത് തന്നെയാണ്. അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സുലഭമായി ലഭിക്കുന്ന ഈ കരിമണൽ, കേരള തീരത്തെ കരിമണലിൽ നിന്നും 2 ലക്ഷം തോറിയം നിക്ഷേപം ഉണ്ടെന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ആശയം സർക്കാരിന്റെ മുന്നിൽ വൈദ്യുതി മന്ത്രി അടക്കം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അന്ന് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. ഈ തോറിയത്തിൽ നിന്നും ഒരു നിലയം സ്ഥാപിക്കുക എന്നുള്ളത് എപ്രകാരമാണ്, അത് അത്തരത്തിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല സർക്കാർ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തോറിയത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്താൻ നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർക്കാണ് നിലവിൽ ചുമതല നൽകിയിട്ടുള്ളത്. അതായത് കേരളത്തിലെ വിപുലമായ തോറിയം ശേഖരത്തെ എങ്ങനെയാണ് വൈദ്യുതിയാക്കി മാറ്റാൻ കഴിയുക, അതിന് ഏതൊക്കെ തരത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു മാതൃകാ പഠനം നടത്താൻ ഇപ്പോൾ കൽപ്പാക്കം ആണവ കേന്ദ്രം സന്ദർശിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാനാണ് അറിയിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. ഏറെക്കുറെ ഈ തീരദേശത്തെ കരിമണലിൽ നിന്നും ഈ തോറിയം മാറ്റുമ്പോൾ വലിയ രീതിയിൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നിവ, അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പഠിച്ചുകൊണ്ട് ഇത് നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ആലോചനയിലുള്ളത്. ഏതായാലും റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് സർക്കാർ. സുജയ, നമുക്ക് അപ്പോൾ ആ റിപ്പോർട്ടിനായി കാത്തിരിക്കാം. താങ്ക് യു സുനിഷ അയലൂർ.